ഓക്കെ, നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് പറയാൻ പോവാണ്. ദാറ്റ് ഈസ് DVST അല്ലെങ്കിൽ ഡയറക്റ്റ് വ്യൂ സ്റ്റോറേജ് മെത്തേഡ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഇതിലേക്ക് കയറുന്നതിന് മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച തൊട്ടിട്ട് ഞാൻ തരുന്ന സ്ലൈഡിൽ നമ്പറിങ്ങും കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അവിടെ വീഡിയോ ഡിവൈസസ്, ഗ്രാഫിക്സ് വീഡിയോ ഡിവൈസസ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സ്ലൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 5 എന്നോ മറ്റോ ആണ് ഞാനതിന് നമ്പർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അവിടെ തൊട്ട് നമ്മൾ പറയുന്നത് ഡിസ്പ്ലേ ഡിവൈസസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഫസ്റ്റ് നമ്മൾ പഠിച്ചിരുന്നു CRT, കാഥോഡ് റേ ട്യൂബ്. അതിനുശേഷം നമ്മൾ പഠിച്ചു റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേ. അതിനുശേഷം നമ്മൾ പറഞ്ഞു റാൻഡം സ്കാൻ ഡിസ്പ്ലേ. അതിൽ ഇനി പുതിയൊരു സംഭവം, അതായത് വീഡിയോ ഡിസ്പ്ലേ ഡിവൈസസിൽ തന്നെ വരുന്ന അടുത്ത ടോപ്പിക്കാണ് DVST എന്ന് പറയുന്നത്. സോ ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ, CRTയിലും റാസ്റ്റർ സ്കാനിലും റാൻഡം സ്കാനിലും ഒക്കെ നമ്മൾ ഫിഗർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് പഠിച്ചത്. ഓക്കെ, യൂഷ്വലി CRT എന്നും യൂണിവേഴ്സിറ്റിക്ക് എസ്എ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അതുപോലെ റാസ്റ്റർ സ്കാൻ, റാൻഡം സ്കാൻ എസ്എ ആയിട്ടല്ല, ബട്ട് നമുക്ക് കുറച്ചും കൂടെ എഴുതുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കാറ്. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഈ പറയുന്ന DVST എന്ന് പറയുന്ന സംഭവം സാധാരണഗതിയിൽ എസ്എ ആയിട്ടും ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാറില്ല. സാധാരണ ചോദിച്ചു വിടുന്നത് വാട്ട് ഈസ് DVST എന്ന് പറഞ്ഞ് മാത്രമാണ് ചോദിച്ചു വിടാറുള്ളൂ. ആ പാർട്ട് എയിൽ 2 മാർക്സ് എന്നുള്ള രീതിയിൽ ചോദിച്ചു വിടാറുള്ളൂ ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് ഡയഗ്രാംസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നൊന്നും നമ്മൾക്ക് പഠിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇതെന്താണെന്നും ഇതിൻ്റെ കോമ്പണൻസ് എന്താണെന്നും മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഓക്കെ, നമ്മളുടെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലും നിങ്ങളുടെ സിലബസ് അനുസരിച്ചും നമുക്ക് ഇത്രയും മാത്രം മതി കേട്ടോ. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ് DVST എന്നുള്ള പോർഷൻ, ദാറ്റ് ഈസ് ഡയറക്റ്റ് വ്യൂ സ്റ്റോറേജ് മെത്തേഡ്. ഓക്കെ, ഇതും ഈ പറയുന്നത് പോലെ ഒരു ഡിസ്പ്ലേ തന്നെയാണ്. നമ്മൾ പറഞ്ഞ CRT പോലെയോ അല്ലെങ്കിൽ റാസ്റ്റർ റാൻഡം പോലെയൊക്കെ തന്നെയുള്ള ഒരു ഡിസ്പ്ലേ മെത്തേഡാണ് ഇതും. ഓക്കെ, സോ DVSTയിൽ എന്താണ് മറ്റതിൽ നിന്നുള്ള ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ, നമ്മൾ റാസ്റ്റർ സ്കാൻ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു പിക്ചർ ഇൻഫർമേഷൻസ് എവിടെ സ്റ്റോർ ചെയ്യും എന്നാണ് പറഞ്ഞത്, റിഫ്രഷ് ബഫറിൽ. റാൻഡം സ്കാൻ ആയിരുന്നപ്പോൾ നമ്മൾ എവിടെ പിക്ചർ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യും എന്നാണ് പറഞ്ഞിരുന്നത്, പ്രോഗ്രാം ഫയൽ അല്ലെങ്കിൽ റിഫ്രഷ് പ്രോഗ്രാം ബഫർ. അങ്ങനെയുള്ള ഇതിനകത്താണ് നമ്മൾ പിക്ചർ ഡെഫിനേഷൻ സ്റ്റോർ ചെയ്യും എന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഫസ്റ്റ് പോയിൻ്റ്, DVSTയുടെ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്, ഇവിടെ പിക്ചർ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു പ്രത്യേക മെമ്മറി ഏരിയ ഇല്ല. എന്താ പറഞ്ഞത്? പിക്ചർ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ DVSTയിൽ അല്ലെങ്കിൽ ഡയറക്റ്റ് വ്യൂ സ്റ്റോറേജ് മെത്തേഡിൽ ഒരു പ്രത്യേക മെമ്മറി ഏരിയ ഇല്ല. അതായത് റിഫ്രഷ് ബഫറോ അല്ലെങ്കിൽ നമ്മൾ റാൻഡം സ്കാനിൽ പറഞ്ഞ പോലെ ഒരു പ്രോഗ്രാം ഫയലോ ഒന്നും നമ്മളിവിടെ എടുക്കുന്നില്ല. പകരം എന്താണ് ചെയ്യുന്നത്, ആ പിക്ചർ ഇൻഫർമേഷനെ ചാർജായിട്ട്, നമുക്കറിയാലോ ഇലക്ട്രോൺസിൻ്റെ ചാർജ്. ഓക്കെ, ആ ചാർജായിട്ട് ഫോസ്ഫർ കോട്ടഡ് സ്ക്രീനിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. എന്താ പറഞ്ഞത്? പിക്ചർ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ പ്രത്യേകം മെമ്മറി ഏരിയ ഇല്ല. പക്ഷേ എവിടെയെങ്കിലും പിക്ചർ ഇൻഫർമേഷൻ നമുക്ക് വെക്കണ്ടേ? അത് വെക്കുന്നത് എവിടെയാണ്? CRTയുടെ അല്ലെങ്കിൽ നമ്മളുടെ ഫോസ്ഫർ കോട്ടഡ് സ്ക്രീനിൻ്റെ ഉള്ളിൽ തന്നെയാണ് അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? ഒരു ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടാണ് ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. മനസ്സിലായോ? ഇനി സാധാരണ നമ്മൾ പഠിച്ച ആ 2, 3, അതായത് റാസ്റ്റർ, റാൻഡം, CRT, ഇത് 3നെ വെച്ചിട്ടും DVSTയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇതിനകത്ത് നമ്മൾ 2 ഇലക്ട്രോൺ ഗൺസ് ആണ് യൂസ് ചെയ്യുന്നത്.
ഫസ്റ്റ് ഗണ്ണിനെ നമ്മൾ പറയും പ്രൈമറി ഗൺ, സെക്കൻഡ് ഗണ്ണിനെ നമ്മൾ പറയും ഫ്ലഡ് ഗൺ. എന്താണ്? പ്രൈമറി ഗണ്ണും ഫ്ലഡ് ഗണ്ണും. അങ്ങനെ 2 ഗണ്ണുകളാണ് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്? DVSTയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ചില സമയത്ത് ഈ ഫ്ലഡ് ഗണ്ണിനെ നമ്മൾ സെക്കൻഡറി ഗൺ എന്നും പറയാറുണ്ട്. ഓക്കെ, 2 ഗണ്ണുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 2 ഗണ്ണിനും 2 പർപ്പസും കാണുമല്ലോ അല്ലേ? അപ്പോൾ എന്താണ് പർപ്പസ്? പ്രൈമറി ഗണ്ണിൻ്റെ പർപ്പസ് എന്താണ് എന്ന് ചോദിച്ചാൽ ആ പിക്ചർ പാറ്റേണിനെ സ്റ്റോർ ചെയ്യുന്നത് പ്രൈമറി ഗണ്ണായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ ആ പിക്ചറിൻ്റെ ഡിസ്പ്ലേനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഫ്ലഡ് ഗൺ യൂസ് ചെയ്തിട്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ സ്ക്രീനിൽ നിങ്ങൾ ഒരു കാർട്ടൂൺ, ഇപ്പോൾ നമ്മൾ ടോം ആൻഡ് ജെറി ആണെങ്കിൽ നിങ്ങൾ കാണുന്നത് ജെറീനെയാണെന്ന് വിചാരിക്കും. ഒരു സിംഗിൾ ഒബ്ജക്റ്റിനെ വെച്ചിട്ട് പറയുകയാണെ, നിങ്ങൾ ജെറീനെയാണ് കാണുന്നതെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ജെറിക്ക് ഒരു സ്ട്രക്ചറില്ലേ? നമുക്കറിയില്ലേ, ജെറി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്നില്ലേ അതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ. സോ അങ്ങനെ ഉള്ള ആ പിക്ചറിൻ്റെ പാറ്റേണിനെ സ്റ്റോർ ചെയ്യുന്നത് പ്രൈമറി ഗണ്ണിലായിരിക്കും. വേറാസ് ആ പിക്ചറിൻ്റെ ഡിസ്പ്ലേ ഡീറ്റെയിൽസ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മളുടെ ഫ്ലഡ് ഗണ്ണിൻ്റെ അകത്തായിരിക്കും, അല്ലെങ്കിൽ സെക്കൻഡറി ഗണ്ണിൻ്റെ അകത്തായിരിക്കും. ഓക്കെ, ഇനി DVSTയുടെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ആണ് നമ്മൾ പറയുക. ദാറ്റ് ഈസ് അഡ്വാൻറ്റേജ് വരുന്നത് DVSTക്ക് റിഫ്രഷിംഗ് എന്നൊരു പരിപാടി ആവശ്യമില്ല. റിഫ്രഷിംഗ് എന്ന് പറയുന്ന പരിപാടി ആവശ്യമില്ല. എന്താണ് റിഫ്രഷിംഗ്? അതായത് നമ്മളൊരു ഇമേജിനെ കണ്ടു, നമ്മൾ പറഞ്ഞല്ലോ എൻറ്റയർ സ്ക്രീനിനെ സ്കാൻ ചെയ്ത് പോകും. അത് കഴിഞ്ഞിട്ട് ഉടനെ ആ സ്ക്രീൻ ഫുൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാലും ഉടനെ വീണ്ടും ആ സ്ക്രീനിൻ്റെ സ്റ്റാർട്ടിംഗ് പൊസിഷനിലേക്ക് വരും. നമ്മൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഹൊറിസോണ്ടൽ റീട്രേസ്, വെർട്ടിക്കൽ റീട്രേസ്. വീണ്ടും സ്ക്രീനിനെ സ്കാൻ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അതെന്തുകൊണ്ടാണ്? ആ പിക്ചറിൻ്റെ ഇൻഫർമേഷൻ ഇരിക്കുന്നത് വേറെ എവിടെയോ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കതിനെ കണ്ടിന്യൂസ് ആയിട്ട് റിഫ്രഷ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അതല്ല. ഇവിടെ എന്താ ചെയ്യുന്നത്? ആ പിക്ചറിൻ്റെ ഇൻഫർമേഷൻ നമ്മളുടെ ഫോസ്ഫർ കോട്ടഡ് സ്ക്രീനിൻ്റെ ബാക്കിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് ഇവിടെ റിഫ്രഷിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള പിക്ചേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ DVST യൂസ് ചെയ്യാം. അതുപോലെ ഹൈ റെസൊല്യൂഷനാണ് DVST പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഡിസഡ്വാൻറ്റേജസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് കളേഴ്സിനെ കാണിക്കാൻ അല്ലെങ്കിൽ കളേഴ്സിനെ വ്യൂ ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഒരു ഒബ്ജക്റ്റ്, അതായത് ഇപ്പം നേരത്തെ പറഞ്ഞ ജെറിയാണെന്ന് വിചാരിക്കുക, അവൻ്റെ വാലിൽ നമുക്ക് കുറച്ച് പരിപാടികളൊന്ന് മാറ്റി പിടിക്കണം. അങ്ങനെയാണെങ്കിൽ ആ പർട്ടിക്കുലർ പോർഷനെ മാത്രം എടുത്തിട്ട് നമുക്ക് ഇറേസ് ചെയ്ത് മോഡിഫൈ ചെയ്യാനായിട്ട് ഇതിനകത്ത് പറ്റില്ല. മനസ്സിലായോ? ഇറേസ് ചെയ്ത് റീഡ്രോ ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് കോംപ്ലക്സ് ആണ് ആ പരിപാടി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്.